ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ടോയുടെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ടോയ് ഒന്ന് അൺബോക്സ് ചെയ്താലോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ റോബോട്ടിക് ടോയ് കാർ. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വണ്ടർ ടോയ്സ്, മെക്ക എറേസ്, 2-in-1 ഡിസ്റ്റോഷൻ ഡ്യുവൽ മോഡ് ആൻഡ് മൈറ്റി റൈറ്റ് ഹേസ് ഹീറോ ആൻഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. മ്യൂസിക് ഇതെല്ലാം ഈ ടോയിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് മെക്ക എറേസ് ഒന്ന് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നു. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ റോബോട്ട് കാർ മോഡൽ നെയിം, പിന്നെ ഇതിൻ്റെ ഏജ് കൊടുത്തിരിക്കുന്നത് 3 years+ ആണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാമാണ്. അതൊരു പിക്ചർ സഹിതം ഇത് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബാറ്ററി വാണിംഗ് ഒക്കെ കാണിച്ചിരിക്കുന്നു. 4 non റീചാർജബിൾ ബാറ്ററിയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ റോബോട്ട് കാറ്. ഇത് ബുഗാറ്റി മോഡൽ ലുക്കാണ് വന്നിരിക്കുന്നത്. ഈ കാറിന് ബുഗാറ്റി മോഡലാണ് വന്നിരിക്കുന്നത്. നല്ല മാസ് ലുക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാ സൈഡും ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ റിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റി, ഈ വീല് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഇതിൻ്റെ കവറാണ് കൊടുത്തിരിക്കുന്നത്. അത് ചാടിപ്പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ട് കാറ്. നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ റോബോട്ട് കാറിന്. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ റോബോട്ട് കാറിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ തന്നെ ഈ ബുഗാറ്റിയുടെ ഡിസൈൻ്റെ അവിടെ തന്നെ LED ബൾബ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഹെഡ് ലാമ്പ് അത് പെയിൻ്റാണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ്. പിന്നെ ഇവിടെയാണ് നമ്മൾ റോബോട്ട് കാറായി മാറുന്ന ഓപ്പണിങ്. അതിങ്ങനെ ടോപ്പിലേക്ക് മാറ്റുമ്പോഴത്തേക്കുമാണ് അത് ആകുന്നത്. നമുക്കത് കാണിച്ചു തരാം. ഈ റോബോട്ടിക് കാറിൻ്റെ സൈഡ് വ്യൂ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഡോറ് പൊസിഷൻ മാറി റോബോട്ടിക് ആകുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് വീല് റൊട്ടേറ്റ് ചെയ്യത്തില്ല, ബാക്ക് വീല് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അലോയ് വീല് സിൽവർ കളറിലാണ് അലോയ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സൈഡ് വ്യൂ പറയുന്നത്. ഇനി ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 3 LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 LED ബൾബുകൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്കിലെ വ്യൂ വരുന്നത്. ഇനി നെക്സ്റ്റ് സൈഡ് കൂടെ നോക്കുകയാണെങ്കിൽ സെയിം തന്നെ ഡോറ് പൊസിഷൻ മാറി റോബോട്ടിക് ആകുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ഈ വീലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, ബാക്കിലെ വീല് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് സിൽവർ ആയിട്ടുള്ള അലോയ്സും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ആംഗിൾസും പറയുകയാണെങ്കിൽ. ടോപ്പ് പോർഷൻ ഇങ്ങനെ വരുന്നു. നമുക്കിതിൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സേഫ്റ്റി കവർ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് ചാടിപ്പോയി നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ. ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് സേഫ്റ്റി കവർ. അത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 റൊട്ടേറ്റബിൾ ആയിട്ടുള്ള വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇത് കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതിനു വേണ്ടി അത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്ററി ഇടാൻ. ഇതിനൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീക്കറും വരുന്നുണ്ട്. ഇതിന് നമ്മൾ മ്യൂസിക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനു വേണ്ടിയുള്ള സ്പീക്കർ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇതൊരു ഓൺ ഓഫ് സ്വിച്ചുമാണ്. ഓൺ ഓഫ് സ്വിച്ച് വന്നിരിക്കുന്നു. ഇതിങ്ങനെ മാറ്റിയാൽ ഓൺ ഓഫ് ആവും. അപ്പോൾ ഓൺ ഓഫ് സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ റോബോട്ട് കാർ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി ഈ ബാറ്ററി നമുക്കിടാം. ഇവിടെയാണ് ബാറ്ററി ഇടാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. സ്ക്രൂ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാം. അങ്ങനെ 3AA ബാറ്ററി 1.5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ 3 ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഒന്ന് ഓണാക്കി നോക്കാം. റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്.
ഹലോ ഗായ്സ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാർ റോബോട്ടിക്കായി മാറിയതിന് ശേഷമുള്ള വ്യൂ. അപ്പോൾ 2 ഗണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹെഡ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ വ്യൂ. ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണേ. പിന്നെ കൂട്ടുകാർക്കൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ നെക്സ്റ്റ് ഏത് ടോയാണ് വാങ്ങണമെന്നൊന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ടോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.